എം.എ. ബേബി CPIM പോളിറ്റ് ബ്യൂറോ അംഗം, അദ്ദേഹം നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ എം.എ. ബേബി, കർഷകരുടെ മഹാമാർച്ച് ദില്ലിയിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ഒരിക്കൽ കൂടി അവർ രാജ്യതലസ്ഥാനത്തേക്ക് വരികയാണ്. നമുക്കറിയാം, ഐതിഹാസികമായ കർഷക സമരത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മുൻപിലുണ്ട്. അന്ന് അവർക്ക് കൊടുത്ത ഒരു ഉറപ്പും പാലിക്കാത്ത ഒരു കേന്ദ്ര സർക്കാർ, അതിന് തുടർച്ചയായി അവർ വീണ്ടും സമരമുഖത്തേക്ക് വരുമ്പോൾ ഈ സാഹചര്യത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ശ്രീ എം.എ. ബേബി, ഇത് ഡൽഹിയിലെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഒരു ഫാസിസ്റ്റ് സമീപനമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ നൂറുകണക്കിന് കൃഷിക്കാർ മരിച്ചു വീണ വലിയൊരു സമരം ഡൽഹി ഉത്സവം എന്നുള്ള രൂപത്തിൽ മുമ്പ് സംയുക്ത കിസാൻ മോർച്ച നടത്തിയിരുന്നു. കർഷക സംഘവും എല്ലാം പങ്കെടുത്ത സമരമാണ്. ആ സമരത്തിന്റെ സമരത്തെ പൊളിക്കാനും നരേന്ദ്രമോദി ഗവൺമെന്റ് നടത്തിയ എല്ലാ ശ്രമങ്ങളും കർഷകർ പരാജയപ്പെടുത്തിയതിനെ തുടർന്ന് പാർലമെന്റിന്റെ സെഷനിൽ വെച്ച് കർഷകദ്രോഹ ബില്ലുകൾ പിൻവലിക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് നിർബന്ധിക്കപ്പെട്ടു. കൃഷിക്കാരുടെ ആവശ്യങ്ങളെല്ലാം സമയബന്ധിതമായി നടപ്പാക്കുമെന്നും പറഞ്ഞു. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക, കൃഷിച്ചെലവും പിന്നെ അതിന്റെ തുല്യമായിട്ടുള്ള പണവും കൃഷിക്കാർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിൽ താങ്ങുവിലയായിട്ട് നൽകും എന്ന വാഗ്ദാനമായിരുന്നു, ഉറപ്പായിരുന്നു ഗവൺമെന്റ് അന്ന് നൽകിയത് പാർലമെന്റിൽ. അതെല്ലാം നരേന്ദ്രമോദി ഗവൺമെന്റ് ലജ്ജയില്ലാതെ ലംഘിച്ചപ്പോഴാണ് ഇപ്പോൾ കർഷകർ മറ്റൊരു സമരത്തിന് നിർബന്ധിതരായത്. അവർ ഡൽഹിയിലേക്ക് വരുമ്പോഴേക്ക് അതിർത്തിയിൽ ശത്രുരാജ്യത്തിന്റെ ആക്രമണ ഭീഷണി നേരിടാനുള്ള സജ്ജീകരണം പോലെ ഡൽഹിയിലേക്കുള്ള എല്ലാ റോഡുകളും ഗവൺമെന്റ് തന്നെ ഉപരോധിക്കുകയാണ്. ഒരു മനുഷ്യർക്കും ഒരു ട്രാക്ടറിനും ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റാത്ത വിധത്തിൽ. ഇതെല്ലാം സംബന്ധിച്ച് റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. ഇന്ന് രാവിലെ കിട്ടിയ വിവരമെന്ന് പറഞ്ഞാൽ കർഷകരുടെ ഒരാവശ്യവും അംഗീകരിക്കാൻ ഫലത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് തയ്യാറല്ല എന്നുള്ള തരത്തിലുള്ള ധിക്കാരപൂർണമായ സമീപനവും സ്വീകരിച്ചിരിക്കുകയാണ്. ഇതിനെതിരായി ഇന്ത്യയിലെ കൃഷിക്കാരും ജനങ്ങളും ശക്തമായി സമരരംഗത്ത് വരണമെന്നാണ് CPIM പറയാനുള്ളത്. ഇവിടെ ശ്രീ എം.എ. ബേബി, ഇപ്പോൾ സമീപകാല സംഭവ വികാസങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ MS സ്വാമിനാഥന് ഭാരതരത്ന കൊടുക്കുന്നു, നമ്മുടെ ചരൺ സിംഗിന് ഭാരതരത്ന കൊടുക്കുന്നു. അങ്ങനെ കർഷകരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ ആ രീതിയിൽ നടത്തുന്നുണ്ടല്ലോ. പക്ഷേ ഈ പൊടിക്കൈകൾ കൊണ്ടൊന്നും കർഷകർ അവരുടെ ആവശ്യങ്ങളിൽ നിന്ന് പിന്മാറില്ല, ആ രോഷം അണയില്ല എന്ന വലിയ മുന്നറിയിപ്പാണോ ഇപ്പോൾ ഈ ദില്ലി ചലോ മാർച്ചിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്? അതെ, കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്ക് ഇരകളായിട്ട് അവർ മരിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യണം. അതല്ലെങ്കിൽ ഈ തെറ്റായ നയങ്ങൾക്കെതിരായി പൊരുതി ജയിക്കണം. ഒന്നുകിൽ പൊരുതി മരിക്കണം, അല്ലെങ്കിൽ പൊരുതി ജയിക്കണം. ഈ ഉപാധികൾ മാത്രമേ, ഈ ഓപ്ഷൻസ് മാത്രമേ യഥാർത്ഥത്തിൽ കൃഷിക്കാരുടെ മുമ്പിൽ നിന്നുള്ളൂ. അതുകൊണ്ടാണ് കൃഷിക്കാർ എന്തും വരട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹി ചലോ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് സമരരംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിയെ തന്നെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള ഒരു പോരാട്ടമായിരിക്കും കൃഷിക്കാരുടെ പോരാട്ടം. കാര്യം ഇന്ത്യൻ ജനതയിൽ മഹാഭൂരിപക്ഷവും കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഗ്രാമങ്ങളിൽ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുമാണ്. അവരെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മുദ്രാവാക്യം നമ്മൾ ഓർക്കുന്നുണ്ട്, ജയ് ജവാൻ ജയ് കിസാൻ. ജനങ്ങൾ മഹാഭൂരിപക്ഷം കൃഷിക്കാരാണ്. ജവാന്മാരായി ജോലി ചെയ്യുന്നവരും സൈനിക വേഷം ധരിച്ച കൃഷിക്കാരാണ്, കൃഷിക്കാരുടെ മക്കളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ അന്ത്യത്തിന് വഴിവെക്കുന്ന ഒരു നയമാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് കൃഷിക്കാർക്കെതിരായിട്ട് ഇപ്പോൾ സ്വീകരിക്കുന്നത്. വളരെ നന്ദി ശ്രീ എം.എ. ബേബി പ്രതികരിച്ചതിന്.